കർഷകരാണ് ഭൂമിയുടെ വെള്ളവും വെളിച്ചവുമെന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഗാസിനി പറഞ്ഞു. പ്രവാചകനായ മുഹമ്മദ് നബി ആജീവനാന്തം കർഷക ജീവിതം നയിച്ച ആളായിരുന്നു. കൃഷി ചെയ്യാത്തവർ അത് ചെയ്തു തുടങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് അരയടത്ത് പാലത്ത് നടക്കുന്ന റമളാൻ പ്രഭാഷണത്തിന്റെ 4ാം ദിവസം മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു റഹ്മത്തുള്ള ഗാസിനി. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന വിശുദ്ധ റമളാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. പ്രഥം വിശുദ്ധിക്ക് ഖുർആൻ വിമോചനത്തിന് എന്ന പേരിൽ നടക്കുന്ന പ്രഭാഷണം 4ാം ദിവസത്തിലേക്ക് കടന്നു. കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുകയാണ് എന്ന വിഷയത്തിലാണ് ചൊവ്വാഴ്ച പ്രഭാഷണം നടന്നത്. കർഷകൻ ഭൂമിയുടെ വെള്ളവും വെളിച്ചവുമാണെന്നും പ്രവാചകനായ മുഹമ്മദ് നബി ആജീവനാന്തം കർഷകനായിരുന്നു എന്നും റമളാൻ പ്രഭാഷണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന റഹ്മത്തുള്ള ഗാസിമി പറഞ്ഞു. കൃഷി നടക്കണമെങ്കിൽ ഒന്നും വേണ്ട, കച്ചവടം നടക്കണമെങ്കിൽ കൃഷി വേണം. ഭൂമിയിൽ ആദ്യം തുടങ്ങിയത് കച്ചവടമല്ല, കൃഷിയാണ്. ആദം കർഷകനായിരുന്നു. എന്തായി പറഞ്ഞത്? ആദമിന്റെ മണ്ണ് ഇന്ത്യയായിരുന്നു. ലോകത്താദ്യം കൃഷി നടന്നത് ഒരുപക്ഷെ ഇന്ത്യയിലായിരിക്കും. ഇവിടെയിരുന്നു, ഒക്കെ ഇവിടെയിരുന്നു. തമിഴ്നാട് ഇങ്ങനെ പോകുമ്പോ എല്ലാ രസം. ഞാൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുവാടിയിലേക്കൊക്കെ സിയാറത്തിന് ഭയങ്കര സന്തോഷം. കണ്ണെത്താത്ത ദൂരത്ത് വിളപ്പാടങ്ങൾ ഇങ്ങനെ കിടക്കും. വിശാലമായ ലോകത്തെങ്ങനെ വിളപ്പാടങ്ങൾ. ലോട്ടറി, ചൂഷണത്തിന്റെ സമകാലിക ഭാഷ, ശഫാഅത്ത്, വിശ്വാസിയുടെ സൗഭാഗ്യം തുടങ്ങിയ വിഷയങ്ങളിലും വരും ദിവസങ്ങളിൽ പ്രഭാഷണം നടക്കും. പ്രൊഫസർ ഉസ്സൻകുട്ടി മാസ്റ്റർ 4ാം ദിവസത്തിൽ പ്രഭാഷണത്തിന് സ്വാഗതം പറഞ്ഞു. മുൻമന്ത്രി കെ മുരളീധരൻ 4ാം ദിവസത്തെ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 8-ന് പ്രഭാഷണം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.